ശേഷം വീണ്ടും എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചസ് ആണ്, ലെറ്റർ വെച്ചിട്ടുള്ള ഹൂപ്പാട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാവുന്ന ഏതെങ്കിലും ഒരു ലെറ്റർ ഇതുപോലെ വരയ്ക്കുക, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വരച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ എ ആണ് വരച്ച് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ആട്ടോ വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എക്കൊരു ബോർഡർ സ്റ്റിച്ചായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെയും കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത് കൊണ്ടാട്ടോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അധികം ലെങ്ത് ആക്കാണ്ട് ചെറിയ രീതിയിലുള്ള ലെങ്ത് ആക്കി, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷനാണ്. റണ്ണിങ് സ്റ്റിച്ച് മുമ്പിലോട്ടാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് നമ്മൾ ബാക്കിലോട്ടാണ് ചെയ്തു പോകുന്നത്. ആദ്യം നമ്മൾ ലൈനിൻ്റെ ഒരു പകുതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഫ്രണ്ടിലോട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എ ലെറ്റർ ഫുള്ളായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബാക്ക് സ്റ്റിച്ചിൻ്റെ ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ലെറ്റർ ഫുള്ള് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലവറിൽ ചെയ്ത് കൊടുക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഇഴ നൂല് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവറിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാറ്റിൻ സ്റ്റിച്ച്. നമ്മളപ്പോൾ അത് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്, ചെറിയ രീതിയിൽ വീഡിയോയുടെ ഫോക്കസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ കൂടുതൽ ലെങ്ത് ആക്കി നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ട് നോട്ട് പോലെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പെറ്റലിലും സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ വേണമെങ്കിൽ, ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് പോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അതേ ഇതുപോലെ എയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ബ്രാഞ്ചസ് പോകുന്ന പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിനും ഞാൻ ഗ്രീൻ കളറിലെ നൂല് യൂസ് ചെയ്തിട്ട് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തത്. 6 ഇഴ നൂല് തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് ലീഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീഫ് വർക്ക് ചെയ്തിരിക്കുന്ന ലേസി ഡേസി എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു ലീഫ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലീഫിൻ്റെ താഴ്ഭാഗത്തെ എൻഡിങ്ങിൽ നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് എടുത്തിട്ട് നമ്മളുടെ മുകൾ ഭാഗത്തെ എൻഡിങ്ങിലേക്ക് നമ്മൾ കുത്തിയെടുക്കാം. സൂചി ആദ്യം മുകളിലേക്ക് എടുത്തിട്ട് പിന്നെ കുത്തിയെടുത്തിട്ട് നമ്മൾ ആ സൂചിയുടെ മുകളിലേക്കൂടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പായി കിട്ടിയതിന് ശേഷം ആ ലീഫിൻ്റെ തൊട്ട് അറ്റത്ത് തന്നെയായിട്ട് നമ്മൾ സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.